കുറേ ദിവസമായി ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വെച്ചിട്ട് കേട്ടോ, പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഓരോരോ തിരക്കുകൾ കാരണം പിന്നെ നോമ്പൊക്കെ ആയപ്പോൾ ഭയങ്കര തലവേദനയാണ്, മൈഗ്രെയിനൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ ഡിലേ ആയി പോയതാണ്. ഇത് നോമ്പിന് മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ. നോമ്പിൻ്റെ തലേ ദിവസമാണ് തോന്നുന്നുണ്ട്. മോൻ്റെ സ്കൂളിൽ PTA മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയിട്ട് വരുമ്പോൾ മോൾക്ക് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ അടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ കയറിയതാണ്. അവിടുന്ന് പഴംപൊരിയും സമൂസ, പിന്നെ ഹസ്ബൻഡിനാണെങ്കിൽ ഒരു പൊറോട്ടയും കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ട് ഒരു പൊറോട്ട ഒരു കറി 20 രൂപ, അതേപോലെ വേറെ എന്തൊക്കെ ഉണ്ടെന്ന് എഴുതി വെച്ചാണ്. ഞാൻ ചിക്കൻ കറിയിൽ കൂട്ടിയിട്ട് ഒരു പഴംപൊരിൻ്റെ കഷ്ണം തിന്ന് നോക്കിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു ഹോംലി ഫീലുള്ള ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. ചെറിയൊരു കടയാണ്, ഞാൻ പറഞ്ഞില്ല, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അതേപോലെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് നോക്കി. ഞാൻ എവിടെ പുറത്ത് ഞങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിലും ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ ഓക്ക് പെച്ചിൻ്റെ കൂടെ തന്നെ ഇരിക്കണം എന്ന് പറയും കേട്ടോ. എന്നിട്ട് ചിക്കനൊക്കെ എടുത്ത് നുള്ളി ഇട്ട് കൊടുക്കുകയാണ്, വെച്ച് തിന്നോളിയെന്നും പറഞ്ഞിട്ട്. പെൺകുട്ടികളെ എത്ര നമ്മൾ കെയർ ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല. ഇവർക്ക് ഉപ്പമാരോടായിരിക്കും കൂടുതൽ സ്നേഹം ഉണ്ടാവുക അല്ലേ? ഇത് നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാൻ എത്രയൊക്കെ നോക്കിയിട്ടും കാര്യമില്ല, ഉപ്പച്ചി വന്നാൽ ഓള് വേഗം അങ്ങോട്ടേക്ക് ചാടും. ഇത് പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ വേറെ എങ്ങോട്ടോ നോമ്പിനേക്കുള്ള പർച്ചേസിങ്ങിനാണെന്ന് തോന്നുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് പുറത്ത് പോകാൻ നിൽക്കുകയായിരുന്നു. മുടിയൊന്നും കെട്ടാൻ സമ്മതിക്കില്ല കേട്ടോ. ആദ്യമായിട്ടാണ് മുടി കെട്ടിത്തരുമോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വന്നത്. അപ്പോൾ അടങ്ങിയിരുന്ന് തരികയില്ല, ചെറിയ കുട്ടിയല്ലേ, അടങ്ങിയിരിക്കില്ല, തല ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ അന്ന് ആദ്യമായിട്ടാണ് മുടി കെട്ടിയത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഷോപ്പിങ്ങിനല്ലേനു പോയത്, മുടി വെട്ടാൻ പോയതേനു. മോൻ്റെ മുടി വെട്ടാൻ പോയതേനു. അതേപോലെ ഹസ്ബൻഡിൻ്റെ മുടി വെട്ടണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബ്യൂട്ടി പാർലറിൽ പോയതായിരുന്നു. അപ്പോൾ എനിക്ക് സുഡിയോന്ന് കുറച്ച് ടോപ്പൊക്കെ വാങ്ങേണ്ടതുണ്ടായിരുന്നു. ആദ്യം അങ്ങോട്ടേക്ക് പോയി, എന്നിട്ട് ഇവരെ ചെയ്ത് വെട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോയതാട്ടോ. ഇതാണ് ശരിക്കും നോമ്പിൻ്റെ തലേന്നുള്ള വീഡിയോ. ആദ്യത്തെ വീഡിയോ വന്നത് നോമ്പിൻ്റെ തലേന്നാണ് കേട്ടോ. ഇത് ഞങ്ങൾ പറഞ്ഞ നോമ്പൊക്കെ അല്ലേ, ഇനിയിപ്പോൾ ഫുഡൊന്നും പുറത്തൊന്നും പോയി കഴിക്കലൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് ഫുഡ് പുറത്തുനിന്ന് എവിടുന്നേലും കഴിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾ ഹൈദരാബാദി റെസ്റ്റോറൻറ്റിൽ പോയതാണ്. ഞങ്ങൾ ഒരു ബീഫ് മന്തിയാണ് ഓർഡർ ചെയ്തത്. അതെന്തോ ഒരു സ്പെഷ്യലാണ്, ജ്യൂസി ബീഫ് മന്തിയാണ് കേട്ടോ. ശരിക്കും ഇതിനില്ലേ മയോണൈസ് ഇല്ലാതെ തന്നെ കഴിക്കാം. സാധാരണ നമ്മളെ മന്തിൻ്റെ പീസുമേലൊന്നും അത്ര ഒരു ഗ്രേവി ഉണ്ടാവില്ലല്ലോ. ഇത് നല്ലൊരു ജ്യൂസി ആയിട്ടുള്ള ഗ്രേവി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് മയോണൈസ് ഇല്ലാതെ തന്നെ ഇത് തിന്നാൻ പറ്റും. ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. സാധാരണ ഇതുവരെ കഴിച്ചതിൽ അങ്ങനെ ഒരു ഗ്രേവി അങ്ങനെ വരലില്ലല്ലോ. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ രണ്ടാളും രണ്ട് തരമാണ് കേട്ടോ. മോക്കാണെന്നുണ്ടെങ്കിൽ മന്തി, ബിരിയാണി, അങ്ങനത്തെ ചിക്കൻ്റെ ഐറ്റംസ് അല്ലെങ്കിൽ ബീഫിൻ്റെ ഐറ്റംസ്, അങ്ങനത്തെ സംഗതികളൊക്കെ കൊടുത്താൽ ഓളൊന്നും മിണ്ടാതെ ഇരുന്ന് കഴിച്ചോളൂ കേട്ടോ. അതേപോലെ തന്നെ പച്ചക്കറികളും കഴിക്കും കേട്ടോ. നല്ല കറിയും മീനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും ഓൾ നല്ലോണം കുഴച്ച് കഴിക്കും. മോനാണെങ്കിൽ നേരെ തിരിച്ചാണ്. ഓനിപ്പോൾ ചോറിൽ പഞ്ചസാര ഇട്ട് കൊടുത്താൽ അതുവരെ ഓൻ തിന്നും. അത്രക്കും കറിയൊന്നും വേണ്ട എന്നുള്ളൊരു ടീമാണ് ഓന്. അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്താൽ നല്ലോണം അങ്ങ് തിന്നോളും. അങ്ങനത്തെ ഒരാളാണ് ഓന് കേട്ടോ. അതിന് വേണ്ടി മോള് തിന്നണുണ്ടില്ല, ഓള് ഒന്നും നോക്കാതെ വാരി തിന്നും. മോനാണെങ്കിൽ മന്തിയിലുള്ള മല്ലിച്ചപ്പ് അത് ഇത് എല്ലാം എടുത്ത് പുറത്തേക്കിടും. ആ കാര്യത്തിൽ ഞാനും വലിയ മാറ്റമൊന്നുമില്ല. ഞാനും അതിലുള്ള എക്സ്ട്രാ സാധനങ്ങളൊക്കെ എടുത്ത് നുള്ളിപ്പെറുക്കി സൈഡിൽ വെക്കും കേട്ടോ.
രണ്ട് മില്ലിയും ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടെ ഓർഡർ ചെയ്ത് ഞങ്ങൾ നേരെ അവിടെ നിന്ന് തിരിച്ച് പോന്നിട്ടോ.